ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ മാങ്ങ അച്ചാറാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 കിലോ മാങ്ങയാണ്. അത് നല്ല പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 15 മാങ്ങകളുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളതിന് വേണ്ടിയിട്ട് ഈ 3 കിലോ മാങ്ങയ്ക്കുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അതായത് മുളക് പൊടി ആയാലും ബാക്കി എല്ലാ സാധനങ്ങളും 3 കിലോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറവല്ലേ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. ആദ്യം നമുക്ക് ഈ അരിഞ്ഞ വെച്ച മാങ്ങയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കായം പൊടിച്ചത്, അതായത് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. കാരണം നമ്മളിത് പറഞ്ഞില്ലേ 3 കിലോൻ്റെ ഇതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഈ മാങ്ങയിൽ പിടിക്കുന്ന വിധത്തിൽ നല്ല പോലെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ് ഇവിടെ ഉരുളി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലിടുമ്പോൾ ചെറിയ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഈ ഉരുളി നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവ പൊടിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവ നല്ലപോലെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഉലുവ പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഉരുളി നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ചുവന്ന മുളകിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി ആ ഉരുളിയിലേക്ക് നമുക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അച്ചാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉരുളിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇതാണ് ഇപ്പോൾ സദ്യ സ്റ്റൈലുള്ള മാങ്ങ അച്ചാർ. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ കൂട്ടുകളെല്ലാം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.